കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷിനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് രാജീവനും അരുണൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പുതിയൊരു തന്ത്രം ഒക്കെ മെനയാണ് അവർ. ഒടുവിൽ സുധീഷിനോട് പറഞ്ഞു, അതെ, ചെട്ടിയാരെ കാണാനായിട്ടൊന്ന് പോകണം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അരുണിൻ്റെ കാലിനിപ്പോൾ വയ്യല്ലോ. അരുണിൻ്റെ കാലിന് മേലാത്തത് കൊണ്ട് സുധീഷ് ഒന്ന് പോയി വരാമോ എന്ന് ചോദിക്കും. ആ സമയത്തിന് സുധീഷിനൊരു സന്ദേഹമുണ്ടായി. തനിക്കിട്ട് എന്തെങ്കിലും പണിയാണോ ഇത് എന്നവൻ ചിന്തിച്ചു. സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, സുധീഷേ, ഒരു ഉപകാരമല്ലേ, അത് ചെയ്തേക്ക്, അവർ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. സുധീഷിനാണെങ്കിൽ വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. ഇവർ എന്ത് പണിയാണ് തനിക്കിട്ട് തരാൻ പോകുന്നതെന്നും അറിയില്ലല്ലോ. ആ സമയത്ത് തന്നെ അരുൺ പറഞ്ഞു, അതെ, വിശ്വസിച്ച് ഏൽപ്പിച്ചു വിടാൻ പറ്റിയ വേറെ ആരുമില്ല എന്ന്. രാജീവ് പറയുന്നുണ്ട്, ആ അത് ശരിയാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുധീഷ് ഒന്ന് പോയിട്ട് വരാമോ എന്ന്. പിന്നീട് രാജീവ് നേരെ അകത്തേക്ക് പോയിട്ട് ഒരു ബാഗ് നിറയെ കുറേ അധികം പണവും സ്വർണ്ണമൊക്കെ ആയിട്ട് തിരികെ വരികയാണ്. ഇതാ ചെട്ടിയാർക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. സുധീഷിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ദൈവമേ, ഇത്രമാത്രം പണവും സ്വർണവും സാധനങ്ങളോ? എങ്ങാനും തനിക്കിട്ട് തരുന്ന പണിയാണോ ഇത്? എവിടെയോ എന്തോ ഒരു അപകടം സുധീഷ് മണത്തറിഞ്ഞു. സുധീഷ് ആകപ്പാടെ വല്ലാതെ നിൽക്കുന്ന സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. ഒന്നുമില്ല. രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് നിൽക്കുന്ന സമയത്തന്നെ, താൻ പേടിക്കൊന്നും വേണ്ട സുധീഷേ. സുധീഷിന് ഞങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ഏർപ്പാടിനൊക്കെ വിടുന്നത്. മറ്റുള്ളവരുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ അവസ്ഥ അറിയാലോ, എനിക്ക് 10 കിലോമീറ്റർ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പോകാനൊന്നും വയ്യില്ല എന്ന് പറയും. ഡ്രൈവറാണെങ്കിൽ ഇവിടെ ഇല്ലതാനും. അല്ലെങ്കിലും അങ്ങനെ പോകാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇത്. അരുണിൻ്റെ കാല് ഓക്കെ ആയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയും. ഒടുവിൽ സുധീഷ് ഞാൻ പോവാമെന്ന് സമ്മതിക്കണേ, അപ്പോൾ ലൊക്കേഷൻ ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഫോണിലേക്ക് അയച്ചു കൊടുത്തു. പിന്നീട് സുധീഷിനോട് പോയിക്കോളാൻ പറയാണ്. ഒടുവിൽ സുധീഷിനൊപ്പം കാറിൻ്റെ അടുത്തേക്ക് വരെ നിധി കൂടെ ചെല്ലുന്നുണ്ട്. നിധി ചോദിക്കുന്നുണ്ട്, എന്താ, എന്തെങ്കിലും പേടിയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല എന്ന് പറയും. പിന്നെ എന്തു പറ്റി, മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ശരി, പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സുധീഷ് അവിടെ നിന്നും പോവാണ്. ഈ സമയത്തന്നെ അരുണും രാജീവനും പരസ്പരം നോക്കി ചിരിച്ചു. സാന്ദ്ര പറയുന്നത്, ഒരു കാര്യം ചെയ്യാറുണ്ടേട്ടാ, കാലിൽ വല്ല ഫ്രാക്ചറും ഉണ്ടോ എന്നറിയില്ലല്ലോ, ഹോസ്പിറ്റലിൽ വാ, ഞാനും വരാമെന്ന് പറയും. അന്നേരം അരുൺ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട. അപ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാനും അരുണും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം, സാന്ദ്ര നീ വരണ്ട എന്ന് പറയും. അങ്ങനെ അരുണിനെയും കൂട്ടിക്കൊണ്ടതിന് രാജീവ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ സമയത്തിന് സുഭാഷ് ഫുഡ് കഴിക്കാനായിട്ട് ബാക്കി എല്ലാവരെയും വിളിക്കും. അപ്പോഴേക്കും അവിനാഷ് പറയുന്നുണ്ട്, അതെ, ഇത്തിരിയും കൂടി പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വരാമെന്ന് പറയും. സുഭാഷ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിനാഷും അങ്ങോട്ടേക്ക് വരികയാണ്. അവിനാഷ് ചോദിക്കുന്നത്, എടാ, നീ ഇന്ന് ഭക്ഷണം കൊണ്ടുവന്നില്ലേ എന്ന്. കൊണ്ടുവന്നില്ല. അതെന്താ? ശാന്തിനി കൊണ്ടുവന്നോളും എന്ന് പറയും. എന്താടാ അവൾ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതും ഈ പുകയുന്ന വെയിലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്നോ? അതൊന്നും സാരമില്ല, അവൾ കൊണ്ടുവന്ന് തന്നോളും എന്ന് പറയാണ്. അപ്പോഴേക്കും ശാന്തിനി അവിനാഷിനുള്ള ആഹാരമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ശാന്തിനി അങ്ങനെ അവിനാഷിൻ്റെ മുന്നിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെക്കാണ്. സുഭാഷ് അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് ശാന്തിനി ചോദിച്ചു, അല്ല ശാന്തിനി കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ശാന്തിനിക്ക് മലയാളം അത്രങ്ങ് അറിയില്ല. അവിനാഷ് കുറേ കാലമായി ഇവിടെ വന്നിട്ട് ശാന്തിനിക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഒടുവിൽ തനിക്കറിയാവുന്ന രീതിയിലൊക്കെ സുഭാഷ് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ശാന്തിനി കഴിച്ചില്ല എന്ന് പറഞ്ഞു. ആണോ? എങ്കിലൊരു കാര്യം ചെയ്യേ, ഞാൻ കൂടെ തരാം, ഒന്ന് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞ് അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ശാന്തിനിക്കത് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, നല്ല രുചിയുണ്ടെന്ന് പറയും. ഇതാരാ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണെന്ന് പറയാണ് സുഭാഷ്. ആണോ? പിന്നെ ശാന്തിനി കൊണ്ടുവന്ന ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു നോക്കിയിട്ട് സുഭാഷിനും അത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്, നല്ല കുക്ക് ചെയ്യാൻ അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ സുഭാഷ് പ്രശംസിക്കുകയും ചെയ്തു. ശാന്തിനിക്കും അത് നല്ലോണം അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസാരമൊക്കെ നടത്തുകയാണ്. കാരണം ഹിന്ദി അത്ര എങ്ങോട്ടേക്ക് അറിയത്തില്ലെങ്കിലും സുഭാഷ് ശാന്തിനിയോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാന്തിനി പറയുന്ന കാര്യങ്ങൾ ഹിന്ദി ഓക്കെ ആണെങ്കിലും കുറച്ചൊക്കെ സുഭാഷിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആണെങ്കിൽ ഇതേ സമയത്തിന് സുധീഷ് ആണെങ്കിൽ ആ ഒരു ചതി മണത്തറിഞ്ഞുവെങ്കിലും ആ ഒരു ബാഗുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന സമയത്ത് സുധീഷിന് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ട്. തനിക്ക് എന്തെങ്കിലും പണി വെച്ചതാണോ, അതോ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? ഇഷ്ടം കൊണ്ടാവാനേതായാലും വഴിയില്ല. തന്നെ വെല്ലുവിളിച്ചതാണ് നിധിയുടെ അച്ഛൻ. അപ്പോൾ പിന്നെ ഒരു കാരണവശാലും ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതിനകത്ത് എന്തോ ഒരു അപകടമുണ്ടല്ലോ. സാരമില്ല, ഈ ബാഗ് കൊണ്ട് ഏൽപ്പിക്കുന്നതോടുകൂടി തന്നെ തൻ്റെ പണി തീരുമല്ലോ. ചെട്ടിയാരുടെ അടുത്തേക്ക് കൊണ്ട് ഏൽപ്പിച്ചാൽ മതിയല്ലോ. പിന്നെ തനിക്ക് ഇങ്ങോട്ടേക്ക് പോരാം. തനിക്കിട്ട് എന്തെങ്കിലും പണി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഒരിക്കലും വിടില്ല എന്നൊക്കെ ചിന്തയായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. അവളെ ഒന്ന് വിളിച്ചാലോ നിധിയെ?
അല്ല വേണ്ട, ഇത്തിരി സമയമല്ലേ ആയിട്ടുള്ളൂ, ഇവിടെ നിന്ന് പോന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദൂരം അങ്ങ് പോരുകയാണ് സുധീഷ്. അപ്പോൾ ആ വഴി ആളില്ലാത്ത കുറച്ച് വഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ വരുന്ന സമയത്താണ് ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട വഴിയിലൂടെ അവൻ വരുന്ന സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. അവൻ വരുന്ന ബൈക്ക് നിലത്ത് കിടക്കുന്നു. അപ്പോൾ ഒരാൾ കൈ നീട്ടി. ഇനി വല്ല ബൈക്ക് ആക്സിഡൻറ്റും ഉണ്ടാവോ? അയാളുടെ തല വീണ് കിടക്കുകയാണല്ലോ റോഡിൽ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ? സുധീഷിന് അത് കണ്ടിട്ട് അങ്ങ് പോവാനും തോന്നിയില്ല. സുധീഷ് പെട്ടെന്ന് തന്നെ കാറ് നിർത്തി. എന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങാണ്. ആ ബൈക്കിൻ്റെ അടുത്തേക്ക് വന്നു. അപകടമുണ്ടായതല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കേസാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ എന്ന് കരുതിയിട്ട് ആ സമയത്ത് തന്നെ കാറിനകത്ത് കുറച്ച് ആൾക്കാരും കൂടി മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗത്തെ വെട്ടിച്ചുകൊണ്ട് തന്നെ കുറച്ച് കാടായിരുന്നു. അങ്ങനെ മറന്നു നിൽക്കുന്ന കാടിനകത്തുള്ള ആ ഒരു ആൾക്കാരെല്ലാം തന്നെ ചാടി അങ്ങ് ഇറങ്ങാണ്. ചാടി ഇറങ്ങി നേരെ സുധീഷിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഈ സമയം നിലത്ത് കിടക്കുന്ന ബൈക്കുകാരൻ അവിടെ നിന്നും എഴുന്നേറ്റു. അയാൾ എഴുന്നേറ്റ് നേരെ ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഇതൊക്കെ ഇവരുടെ തന്ത്രങ്ങളായിരുന്നു, ഇതൊക്കെ അവരുടെ പ്ലാനായിരുന്നു, എന്തോ തന്നെ കൊടുക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു എന്ന് സുധീഷിനെ പിന്നീട് മനസ്സിലായി. അങ്ങനെ അവിടെ മറഞ്ഞു നിന്ന് ഗുണ്ടകളെല്ലാവരും കൂടി സുധീഷിനെ അങ്ങ് പിടികൂടാണ്. സുധീഷ് വിടാൻ പറഞ്ഞിട്ട് കുറേ അധികം അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവന്മാരൊന്നും വിട്ടുകൊടുത്തില്ല. അവന്മാർ പോയിട്ട് ആ ഒരു ബാഗ് എടുത്തു. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, ദേ മര്യാദക്ക് വിട്ടു തന്നോ, അതാ നിനക്കൊക്കെ നല്ലത് എന്നൊക്കെ പറയും. ബാഗ് തൊട്ടാ നിന്നെയൊക്കെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയും. പക്ഷേ അവന്മാർ വിട്ടുകൊടുത്തില്ല. ഒടുവിൽ സുധീഷിൻ്റെ കൈയെല്ലാം കൂട്ടിക്കെട്ടി തന്നെ അവന്മാർ വണ്ടിക്കകത്തേക്ക് ഇട്ടു. അങ്ങനെ വണ്ടി തിരിച്ചങ്ങ് പോവാണ്. സുധീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലായി പോയി സുധീഷ്. ഇതേ സമയത്ത് തന്നെ കാണിക്കുന്നത് നീതു ഹരീഷിനെ വിളിക്കാണ്. ഹരീഷിനെ വിളിച്ചിട്ട് എവിടെയാണെന്നൊക്കെ ചോദിക്കും. ഞാൻ വർക്ക്ഷോപ്പിലാണെന്ന് പറയും. എന്ത് വർക്ക്ഷോപ്പിലാണ്? അതെ, ഞാൻ വർക്ക്ഷോപ്പിലാണ്, പണി ചെയ്യാണ്. അങ്ങനെ കുറേ സമയം വിളിച്ചിട്ട് എടുക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്തിന് അത് പിന്നെ ഫോൺ അപ്പുറത്തായിരുന്നു, ഞാൻ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കല്ലേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല കഴിച്ചില്ല, കഴിക്കണമെന്ന് ഹരീഷ് പറഞ്ഞു. പിന്നീട് അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കൂ. ഇപ്പോൾ എന്ത് ചോദിക്കാനാണ്? അല്ല ഞാൻ അങ്ങോട്ടേക്ക് ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചതല്ലേ, എന്നിട്ട് എന്താ ഇങ്ങോട്ടേക്ക് തിരിച്ചൊന്നും ചോദിക്കാത്തത്? നീ കഴിച്ചോ എന്നെങ്കിലും ചോദിച്ചൂടെ? ഓ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് തിരിച്ചു ചോദിക്കാനല്ലേ? അല്ല സ്വന്തമായിട്ടൊന്നും ചോദിക്കാനറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഹരീഷിന് എന്താന്ന് പറയുന്നില്ല. അത് പിന്നെ ഞാൻ വേണ്ട ഒന്നും ചോദിക്കണ്ട എന്ന് പറയും. അല്ല ഹരീഷിന് എന്നോട് സംസാരിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ ഞാൻ എന്താ, ഹരീഷിനാണെങ്കിൽ അങ്ങനെ ഫോൺ വിളിച്ചിട്ടൊന്നും ശീലമില്ലല്ലോ, അങ്ങനെ സംസാരിച്ചിട്ട് ശീലമില്ല, അങ്ങനെ പെൺകുട്ടികളോടധികം സംസാരിച്ച ശീലമില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ട്, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. ഒടുവിൽ നീതു പറഞ്ഞു, എന്താ ഹരീഷേട്ടാ ഇങ്ങനെ, എന്തെങ്കിലും സംസാരിക്ക്. പിന്നീട് ഹരീഷ് അങ്ങ് ഫോമായി സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്തിന് ചന്തു അങ്ങോട്ടേക്ക് വന്നു. ചന്തു നോക്കിയപ്പോൾ ഹരീഷ് അവിടെ നിന്ന് ഭയങ്കര ഫോൺ വിളിയാണ്. കുറേ സമയം ചന്തു ഇങ്ങനെ നോക്കി നിന്നു. അപ്പോഴാണ് ഹരീഷ് ആ ഒരു കാഴ്ച കാണുന്നത്. എന്താടാ നല്ല ചായ ഇട്ട് വന്നതാ, അവിടെ വെച്ചിട്ട് പോയെന്ന് പറയും. നടക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്തു അവിടെ നിന്നും പോയി. പിന്നീട് ഹരീഷ് തൻ്റെ സംസാരം അങ്ങ് തുടരാണ്. നീതുവിനാണെങ്കിൽ ഇതങ്ങ് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഹരീഷാണ് തന്നോട് ഇത്രമാത്രം സംസാരിക്കുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഹരീഷിൻ്റെ ഉള്ളിലും നീതുവിനോടുള്ള ആ ഒരു പ്രണയം അങ്ങ് പൊട്ടിമുളക്കാണ്. ഇത്രയും നാളും അങ്ങനെയൊന്നും ആയിരുന്നില്ല. നീതുവിനെ ഒരുപാടധികം അകറ്റി നിർത്തുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നീതുവിനോട് അത്രമാത്രം ഇഷ്ടമായിരുന്നു ഹരീഷിന്. ഈ സമയത്തിന് നിധി പൊന്നുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊന്നു ഡോക്ടറും നിധി പേഷ്യൻറ്റുമായിരിക്കും. അങ്ങനെ പരിശോധന കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അത് ഇഞ്ചക്ഷൻ എടുക്കണം, നല്ല പനിയുണ്ട് എന്നൊക്കെ പറയും. ആ ഇഞ്ചക്ഷൻ എടുത്തോ എന്ന് ഡോക്ടർ പറയാണ്. പൊന്നു ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ കാണിക്കും. അയ്യോ എനിക്ക് വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ അഭിനയിച്ച് കടന്ന് കരയാണ്. ആ സമയത്തിന് സാന്ദ്ര ആകെപ്പാട് അക്ഷമയായിട്ട് നിൽക്കുമായിരിക്കും. എന്താ സാന്ദ്രയെത്തി, ഇതുവരെയായിട്ടും അച്ഛനും മറുപടിയിട്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നില്ല, ഇപ്പോൾ തന്നെ വരുമോ എന്നൊക്കെ പറയും. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ തിരിച്ചു വരുന്നത്. സാന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തായി അരുണേട്ടാ? പേടിക്കാനൊന്നുമില്ല, 2-3 ദിവസം റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊക്കെ അവരുടെ ഒരു കള്ളത്തരമായിരുന്നു. പക്ഷേ അതൊന്നും ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ അവർ വന്നപ്പോൾ രാജീവൻ പറഞ്ഞു, ഹേമ ആഹാരം കഴിക്കാൻ എടുത്തു വെക്കാൻ പറയും. ശരി എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് ഹേമ നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എല്ലാം അങ്ങ് നിരത്തി വെക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും വന്ന് കഴിക്കാനിരുന്നു. രാജീവ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ കുറേയധികം കറികളും മീനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. നിധിക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെയായിരുന്നു അവർ വാങ്ങിച്ചുകൊണ്ട് വന്നത്. രാജീവ് നിധിയൊന്ന് നോക്കി, എന്നിട്ട് പറയുന്നുണ്ട്, മോളെ അതിനകത്ത് മുള്ളൊക്കെ സൂക്ഷിക്കണം കേട്ടോ.
എനിക്കറിയാം അച്ഛാ, വേണ്ട, ഞാൻ ഇതൊക്കെ മുള്ളു കളഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് അതെടുത്തിട്ട് ഇങ്ങനെ നിധിക്ക് മുള്ളു കളഞ്ഞു കൊടുക്കാണ്. അതൊക്കെ കണ്ടപ്പോൾ ഹേമ പറയുന്നുണ്ട്, പിന്നെ ഇപ്പോഴും കൊച്ചു കുഞ്ഞാണെന്നാ വിചാരം. അതെ, കുഞ്ഞാൻ തൊട്ട് ഇവൾക്ക് മുള്ളൊക്കെ ഭയങ്കര പേടിയാണല്ലോ. ഞാനാണല്ലോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം നിധിക്ക് ആ ഒരു മുള്ളൊക്കെ മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് വാരി കൊടുക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ നിധിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു വന്നു. അപ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, ഓ, ഇപ്പോഴാണോ സ്നേഹം ഉള്ളിൽ നിന്നും ഉണ്ടായത് രാജീവേ? എടി, മക്കൾ തെറ്റ് ചെയ്തിരുന്നു എന്ന് വിചാരിച്ച് അവരെ ഇങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ സ്നേഹം അതുപോലെ തന്നെയുണ്ട്. ഇപ്പോഴും ഞാൻ ഇവളെ കാണുന്നത് ആ ഒരു പഴയതുപോലെ തന്നെയാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനമ്മമാരാണെങ്കിൽ എന്തൊക്കെ സഹിച്ചും ക്ഷമിച്ചൊക്കെ മുന്നോട്ട് പോകണം. അപ്പോൾ മക്കൾക്കൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരൊരു പക്ഷേ മാതാപിതാക്കളായി കഴിയുമ്പോൾ സ്വന്തം മക്കൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴേ അവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവൂ എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടപ്പോൾ നിധിയുടെ കണ്ണാകെ നിറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ രാജീവിന് വിഷയം മാറ്റി. അയ്യോ മോളെ, ഞാൻ അങ്ങനെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയും. നിധിയെ എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രാക്കായിരുന്നു അത്. നിധിക്ക് അതങ്ങോട്ടേക്കൊട്ടും വിശ്വസിക്കാനും പറ്റിയില്ല. കാരണം കള്ളത്തരമാണ് ഇവർ കാണിക്കുന്നതൊക്കെയെങ്കിലും ഭയങ്കര അഭിനയമായിരിക്കും. ഈ സമയത്തന്നെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ വിചാരിച്ച് അരുണിനെ ഒന്ന് നോക്കാണ്ട് രാജീവ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അരുണിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആണോ, ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തു. അച്ഛാ, ഇതുവരെയായിട്ടും ആ പണം അവിടെ എത്തിയിട്ടില്ല. ചെട്ടിയാരുടെ കയ്യിൽ എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ചെട്ടിയാർ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞോ എത്തിയിട്ടില്ലെന്ന്? അതെ. അപ്പോൾ പിന്നെ അവൻ എങ്ങോട്ടേക്ക് പോയി? അറിയില്ല അച്ഛാ എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ ഫോണിനകത്ത് GPS ഒക്കെ ഉണ്ടായിരുന്നു. കാറിനകത്ത്. അച്ഛാ, വണ്ടിയുടെ ലൊക്കേഷൻ വേറെ ഏതോ ഭാഗത്താണ് കാണിക്കുന്നത് എന്ന് പറയും. അതെ അച്ഛാ, വേറെ ലൊക്കേഷൻ കാണിക്കുന്നു. വണ്ടി വേറെ സൈഡ് മാറി എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവൻ ആ പണം കൊണ്ട് മുങ്ങിയതായിരിക്കുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയും. അതൊക്കെ കേട്ടപ്പോൾ നിധി ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. സുധീഷ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല. പിന്നെ എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിധിക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തിന് സുധീഷിനെ ഗുണ്ടകളെല്ലാവരും കൂടി ചേർന്നിട്ട് ആളൊഴിഞ്ഞ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ കയ്യും കാലൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് തിരങ്ങിയിടും. സുധീഷിനെ ആ വിജനമായ വീട്ടിൽ ഗുണ്ടകളൊക്കെ കെട്ടിയിട്ടിരിക്കുമ്പോൾ രാജീവൻ്റെ ഈ വീട്ടിൽ വലിയൊരു നാടകം അരങ്ങേറുകയായിരുന്നു. വണ്ടിയുടെ GPS ലൊക്കേഷൻ കാണിച്ചതുകൊണ്ട് അരുൺ നിധി വിശ്വസിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. നോക്കി നിധി, അവൻ പണവുമായി തമിഴ്നാട് ബോർഡർ ലക്ഷ്യമാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. നിന്നെ അവൻ ഇത്ര കാലം ചതിക്കുമായിരുന്നു എന്നൊക്കെ അരുൺ തറപ്പിച്ച് പറഞ്ഞു. പക്ഷേ നിധിയുടെ മനസ്സ് അത് സമ്മതിച്ചു കൊടുത്തില്ല. സുധീഷിൻ്റെ കാര്യത്തിൽ അവൾക്ക് അത്രമേൽ വിശ്വാസമുണ്ടായിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നും ഇറങ്ങി GPS ലൊക്കേഷൻ കാണിക്കുന്ന ആ ഒരു കാട്ടുപ്രദേശത്തേക്ക് അവൾ ടാക്സി വിളിച്ച് പുറപ്പെട്ടു. അതേസമയം ഗുണ്ടകളുടെ തടവിൽ കിടന്ന സുധീഷ് തൻ്റെ തന്ത്രങ്ങളെല്ലാം മെനയുന്നുണ്ടായിരുന്നു. കൈകളിലെ കെട്ടുകൾ അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ ഗുണ്ടകൾ രാജീവിനെ വിളിക്കുന്നത് അവൻ കേട്ടു. സാറേ, പണവും ബാഗും ഞങ്ങളുടെ കയ്യിലുണ്ട്. സുധീഷിനെ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് അവൻ അവിടെ തന്നെ ഇരിക്കട്ടെ, ലൊക്കേഷൻ മാറ്റി കാണിക്കാനുള്ള ചിപ്പ് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, അവൻ മുങ്ങിയതാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചോളുമെന്ന രാജീവിൻ്റെ മറുപടി സുധീഷിനെ ശരിക്കും അങ്ങ് ഞെട്ടിച്ചു. രാജീവ് തന്നെ സ്നേഹം അഭിനയിച്ച് കുടുക്കിയതാണ് എന്ന കാര്യം അവന് മനസ്സിലായി. സർവ്വശക്തിയും എടുത്ത് കൈകളിലെ കെട്ടഴിച്ച സുധീഷ് ഗുണ്ടകളുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആ പഴയ വീട്ടിലെ മൺഭരണികൾ എറിഞ്ഞുടച്ചു. അങ്ങനെ ഉണ്ടായ ബഹളത്തിനിടയിൽ അവൻ അവിടെ നിന്നും സാഹസികമായി രക്ഷപ്പെട്ടു. കാട്ടുവഴിയിലൂടെ ഓടി വന്ന സുധീഷ് കണ്ടത് തൻ്റെ വണ്ടി തിരഞ്ഞു വന്ന നിധിയാണ്. തളർന്നു വീഴാൻ തുടങ്ങിയ സുധീഷിനെ നിധി താങ്ങി പിടിച്ചു. രാജീവൻ്റെയും അരുണിൻ്റെയും ചതിയുടെ കഥ സുധീഷ് അവളോട് വിവരിച്ചു. നിധിക്ക് തൻ്റെ അച്ഛനോടുള്ള സകല ബഹുമാനം അതോടുകൂടെ അങ്ങ് നഷ്ടപ്പെട്ട നിമിഷമായിരുന്നു അത്. അവർ രണ്ടുപേരും ചേർന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. രാജീവ് അയച്ച ഗുണ്ടകളെയും പണം ഒളിപ്പിച്ച സ്ഥലവും സുധീഷ് പോലീസിന് കാണിച്ചു കൊടുത്തു. പിറ്റേന്ന് വെളുപ്പിന് പോലീസ് രാജീവിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ സുധീഷ് പണമായി മുങ്ങിയെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ രാജീവ് വാർത്തകൾ പടച്ചു വിട്ടുകയായിരുന്നു. എന്നാൽ കയ്യിൽ വിലങ്ങുമായി നിൽക്കുന്ന പോലീസിനെ കണ്ട അയാളുടെ സകല പ്ലാനുകളും അങ്ങ് തകർന്നുപോയി. നിധി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങ് കാർക്കിച്ചു തുപ്പി. സുധീഷിൻ്റെ കൈ പിടിച്ച് അവൾ ആ വീടിൻ്റെ പടിയിറങ്ങി. സത്യം ജയിച്ച നിമിഷം അവർ രണ്ടുപേരും പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.